കാന്തപുരത്തിന്റെ കേരളയാത്ര ഇന്നലെ തിരുവനന്തപുരത്ത് സമാപിച്ചു എന്നുള്ളതാണ്. വളരെ സംഭവകരമായ കേരളയാത്രയായിരുന്നു ഈ പ്രാവശ്യവും. കാന്തപുരം ഉസ്താദിൻ്റെയും അതുപോലെ പേരോട് ഉസ്താദ് അതുപോലെ ഖലീൽ തങ്ങൾ ഉപനായകന്മാരായും കാസർഗോഡ് നിന്ന് ഈ മാസം 1-ാം തീയതി ആരംഭിച്ച് ഇന്നലെ പുത്തരിക്കണ്ടം മൈതാനത്തിൽ തിരുവനന്തപുരത്ത് സമാപിച്ച കേരളയാത്ര എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും ഉസ്താദ് സഞ്ചരിച്ചു എന്നുള്ളതാണ്. ജനങ്ങളുമായി സംവദിച്ചു. ഖലീൽ തങ്ങളും പേരോട് ഉസ്താദും പത്രസമ്മേളനങ്ങൾ നിയന്ത്രിച്ചു. പത്രക്കാരോടും അതുപോലെ തന്നെ രാഷ്ട്രീയ മേലാളന്മാരോടും ഓരോ നാട്ടിലെയും നായകന്മാരെ കാണുകയും കർഷകരെ പോലും കാണുകയും അവരുടെ ആവശ്യങ്ങൾ അറിയുകയും എന്നിട്ട് ഇന്നലെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും ഒക്കെ ആവശ്യങ്ങൾ അവരെ അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ വളരെ സംഭവമായ ഒരു കേരളയാത്രയാണ് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ മാസം 1-ാം തീയതി മുതൽ ഇന്നലെ വരെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു കേരളയാത്രയുടെ സമാപനത്തിൽ രാഷ്ട്രീയക്കാർ ഏറ്റുമുട്ടി എന്ന് തന്നെ വേണം പറയാൻ. കേരളയാത്രയുടെ തുടക്കം മുതലേ തന്നെ അങ്ങ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിന്റെ സോഷ്യൽ മീഡിയ കീഴടക്കിയ ഈ ഒരു കേരളയാത്രയുടെ വീഡിയോകളും മറ്റും പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും രാഷ്ട്രീയക്കാർ പങ്കെടുക്കുവാൻ വേണ്ടി മത്സരിക്കുന്നതായിരുന്നു. പഴയ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പോലും, സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി പോലും മലപ്പുറത്തും മറ്റ് കേന്ദ്രങ്ങളിലും മുസ്ലിം ലീഗിന്റെ പല അംഗങ്ങളും പങ്കെടുത്തു എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ നമുക്കറിയാം, ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് കേരളത്തിൽ വളരെ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ഒരു മുന്നണി എന്ന നിലക്ക് വൻ പരാജയമാണ് അവർക്ക് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ ആ പരാജയത്തിന്റെ മുഖ്യ കാരണമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ന്യൂനപക്ഷങ്ങളെ പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് വർഗീയത പറയുന്നവരോട് സമരസപ്പെടുന്ന ഒരു നയമായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മുഖ്യമന്ത്രി പഴയ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി സ്വീകരിച്ചു വന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി പലപ്പോഴും ഈ വിഷം ചീറ്റുന്നു, പക്ഷെ വെള്ളാപ്പള്ളിയെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു പരാജയത്തിന് ശേഷം ഇത്തരത്തിലൊരു സ്റ്റേജ്, കാന്തപുരം ഉസ്താദിന്റെ സംഘടനയുടെ സ്റ്റേജ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചപ്പോൾ അവിടെ കൃത്യമായും ഉപയോഗപ്പെടുത്താൻ മുഖ്യമന്ത്രി മടിച്ചില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അവിടെ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ചും അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ചും മറ്റുമൊക്കെ വളരെ വിശാലമായ നീണ്ട പ്രസംഗം നടത്തുകയും നമ്മൾ ഒരു രീതിയിലും ഒരു വർഗീയതയോടും സമരസപ്പെടുകയില്ലെന്നും കർക്കശമായ നിലപാട് സ്വീകരിക്കുമെന്നും അതാണ് ഇക്കഴിഞ്ഞ 10 വർഷം ഇവിടെ കണ്ടതെന്നും ഒരാളോടും നമ്മൾ ന്യൂനപക്ഷ വർഗീയതയോ ഭൂരിപക്ഷ വർഗീയതയോ ഒരാളോടും നമ്മൾ സമരസപ്പെടുകയില്ലെന്നും ഒക്കെ മുഖ്യമന്ത്രി വളരെ വിശാലമായ പ്രസംഗം നടത്തി. അതിലെ ചെറിയ ഭാഗം ഒന്ന് നമുക്ക് ആദ്യം കേൾക്കാം, എന്നതിന് ശേഷം VD സതീശന്റെ മറുപടിയും കേൾക്കാം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. ഒരു വർഗീയതയെയും പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം. വർഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ അവിടെ കർക്കശമായ ഇടപെടലുണ്ടാവണം. അങ്ങനെ മാത്രമേ വർഗീയത ശമിപ്പിക്കാൻ പറ്റൂ, വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒന്നിനോട് ചെറിയ തോതിൽ ചാരി നിന്നു എന്ന് വന്നാൽ അത് വർഗീയ സംഘർഷം ഒഴിവാക്കുന്നതിന് വഴിവെക്കില്ല, കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ കേരളത്തിൽ കൃത്യമായി മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്കാകെ അഭിമാനിക്കാം, കേരളത്തിനാകെ അഭിമാനിക്കാം. ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കേരളത്തിനകത്ത് ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവും നിലനിൽക്കുന്നില്ല. അത് ഇത്തരമൊരു സമീപനത്തിൻ്റെ ഭാഗമായാണ്. അപ്പൊ അതാണ്, വർഗീയതയോട് ഒരു രീതിയിലും സമരസപ്പെടാൻ പാടില്ല എന്ന് ഊന്നിപ്പറയുകയായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വളരെ ദൈർഘ്യമുള്ള ഒരു പ്രസംഗം തന്നെയാണ് നടത്തിയത്. കേരളത്തിലെ കഴിഞ്ഞകാല കലാപങ്ങളും
പഴയ കാലത്ത് നടന്ന പല തലശ്ശേരി കലാപം മുതൽ അങ്ങനെ തുടങ്ങി പല കലാപങ്ങളുടെ ചരിത്രമൊക്കെ നീണ്ട പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. മാറാട് കലാപം പോലും മുഖ്യമന്ത്രി പറയുകയും കേരളത്തിലെ പല കൊലപാതകങ്ങളെയും മറ്റുമൊക്കെ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ച മറ്റ് വിഷയങ്ങളെയും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. കാരണം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ്യത LDFിൽ പ്രത്യേകിച്ച് CPIMൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെയായിരുന്നു അവരുടെ വിലയിരുത്തൽ, കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ എന്നുള്ളതാണ്. അതിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷത്തിൻ്റെ സ്റ്റേജ് ലഭിച്ചപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ചെയ്യാൻ ഉദ്ദേശിച്ചത്. ശേഷം പ്രസംഗിച്ച VD സതീശൻ വളരെ കൃത്യമായി വളരെ ചുരുങ്ങിയ വാക്കുകളാണ് പറഞ്ഞതെങ്കിലും തുടക്കം തന്നെ ഞാൻ നിങ്ങളെ ദൈർഘ്യമുള്ള പ്രസംഗം നടത്തി, അതായത് മുഖ്യമന്ത്രിയെ പോലെ എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് കരുതുന്നു, നിങ്ങളെ ഞാൻ ദൈർഘ്യമുള്ള പ്രസംഗം നടത്തി ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കം തന്നെ. എന്നിട്ട് VD സതീശൻ പറയുന്നു, ഇവിടെ പ്രസംഗം നടത്താൻ ആർക്കും കഴിയും, പക്ഷേ അത് പ്രവർത്തിച്ച് കാണിക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശന്റെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം. നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിന് കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല. അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല. അപ്പൊ അതാണ് VD സതീശൻ പറയുന്നത്. ഇവിടെ മതേതരത്വം പ്രസംഗിക്കാൻ ഏവർക്കും കഴിയും, പക്ഷേ പ്രവർത്തിച്ച് കാണിക്കാനാണ് ബുദ്ധിമുട്ട്. ഇവിടെ മതേതരത്വം പ്രസംഗിക്കുകയും അതിനുശേഷം ഒരാഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം അവിടെ പോയി തീവ്രവാദം പറയുന്നവർക്ക് പൊന്നാട അണിയിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് പാടില്ല എന്ന് കൃത്യമായി മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട്, വെള്ളാപ്പള്ളിയെ സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട്, വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്ത മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട് VD സതീശൻ ആഞ്ഞടിച്ചു എന്നുള്ളതാണ്. ഇരുപക്ഷവും UDFും LDFും തങ്ങളുടെ ഇലക്ഷൻ ക്യാമ്പയിനായി തന്നെ ഒരുപക്ഷെ ഈ ഒരു സ്റ്റേജിനെ ഉപയോഗപ്പെടുത്തിയപ്പോൾ ശേഷം പ്രസംഗിച്ച കാന്തപുരം ഉസ്താദ് ആരും തന്നെ ഇതിനെ ഒരു രാഷ്ട്രീയ വേദിയായി കാണരുത്, ഇതൊരു ഇലക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള വേദിയല്ല എന്നെല്ലാവരും മനസ്സിലാക്കണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേജിൽ മുഖ്യമന്ത്രി നടത്തിയത് വളരെ വിശാലമായ ഒരു പ്രസംഗമാണ്. തലശ്ശേരി കലാപ സമയത്ത് തലശ്ശേരിയിലെ ഏതോ ഒരു പള്ളി ആക്രമിക്കപ്പെടുമ്പോൾ RSSന്റെ നേതാക്കളും മറ്റുമൊക്കെ ചേർന്ന് പള്ളി ആക്രമിക്കപ്പെടുമ്പോൾ കുഞ്ഞിരാമനും മറ്റ് ആളുകളുമൊക്കെ പള്ളിക്ക് കാവൽ നിന്നതും മറ്റുമൊക്കെ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. അതിന് പള്ളി പൊളിക്കുവാൻ അല്ലെങ്കിൽ പള്ളി ആക്രമിക്കുവാൻ കുഞ്ഞിരാമനും സംഘവും സമ്മതിക്കാത്തത് കൊണ്ട് അതിൻ്റെ പക തീർക്കുവാൻ RSSുകാർ വഴിയരികിൽ കാത്തുനിന്ന് കുഞ്ഞിരാമനെ ആക്രമിച്ച് കൊലപ്പെടുത്തിക്കളഞ്ഞു എന്നൊക്കെയും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. എന്നാൽ ശേഷം VD സതീശൻ വളരെ കൃത്യമായി ജാമിയ മില്ലിയക്ക് ജവഹർലാൽ നെഹ്റു ഒരു രാപ്പകൽ മുഴുവനും പ്രധാനമന്ത്രിയായിരിക്കെ പട്ടാളവും പോലീസിന്റെ അകമ്പടിയും ഇല്ലാതെ കാവൽ നിന്ന ഒരു കാലത്തെക്കുറിച്ചും അതിന് മറുപടി എന്നോണം VD സതീശനും പറഞ്ഞു. അങ്ങനെ ഇരുപക്ഷവും ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ ചരിത്രങ്ങളിലേക്ക് ആഴ്ന്നു ചെല്ലുകയും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവർ തങ്ങളാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇവിടെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നവരെ
സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് പുറമെ കുറച്ചുകൂടി കടന്നു കയറിക്കൊണ്ടൊരു പ്രസംഗം നടത്തി എന്നുള്ളതാണ്. പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സംഘടന ഇവിടെ മതത്തിന്റെ പേരിലുള്ള വർഗീയത പ്രശ്നങ്ങളല്ലാതെ തന്നെ ഒരേ മതക്കാരായ ചില സംഘടനകളുടെ പേരിൽ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ, ഇവിടെ 10 വർഷമായി അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത്തരത്തിലൊരു ചോദ്യം മുസ്ലിം ലീഗും കാന്തപുരം ഉസ്താദിന്റെ സംഘടനയിലുള്ള പല ആളുകളെയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന്റെ ആളുകൾ കൊന്നുകളഞ്ഞതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മുസ്ലിം ലീഗും കാന്തപുരം ഉസ്താദും തമ്മിലുള്ള സംഘർഷങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, എന്നാൽ പറയാതെ ആ വിഷയത്തിലേക്ക് ചൂണ്ടുന്ന രീതിയിലുള്ള വാക്കുകളും കൂടി ആ സദസ്സിൽ നിങ്ങൾക്ക് അനുഭവമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷമായി അത്തരത്തിലുള്ള ഒരു കൊലപാതകവും നടന്നില്ലല്ലോ. മണ്ണാർക്കാട് കൊലപാതകവും അതുപോലെ മറ്റ് കേരളത്തിൽ നടന്ന പല കൊലപാതകങ്ങളെ കുറിച്ചും മുഖ്യമന്ത്രി പ്രത്യേകം നോട്ട് ചെയ്ത് വന്നുകൊണ്ട് അവിടെ പ്രസംഗിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളെ ഇത്തരത്തിൽ പ്രീണിപ്പെടുത്തി ഏതെങ്കിലും രീതിയിൽ തങ്ങളെ അവിശ്വസിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു പരിപാടിയുമായാണ് മുഖ്യമന്ത്രി പോയത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പോലെയുള്ള ഒരു വൈരാഗ്യം മുസ്ലിം ലീഗും അതുപോലെ തന്നെ സമസ്തയും തമ്മിൽ, കാന്തപുരം സമസ്തയും തമ്മിൽ, AP വിഭാഗവും തമ്മിൽ ഇല്ലാത്തത് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന് ഒരു വലിയ രീതിയിലെങ്കിലും കുറവ് വന്നത് എന്നുള്ളതാണ്. അതൊരു പക്ഷേ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചത് കൊണ്ടോ മറ്റോ അല്ലെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇരു സമസ്തകളും തമ്മിൽ ഐക്യമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗും കാന്തപുരവും തമ്മിൽ വളരെ ഐക്യമുണ്ട്. അതൊക്കെ പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വളരെ വിഭിന്നമാണ്. അന്നൊക്കെ കാന്തപുരത്തെ ഇത്ര വലിയ ശത്രുവായി കാണാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് സമസ്തയിലെ EK വിഭാഗത്തെ കൃത്യമായും തങ്ങളുടെ കൂടെ ചേർക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഒരു വിഭാഗത്തെ ശത്രുവായി കാണിച്ചാലാണല്ലോ മറുവിഭാഗത്തെ തങ്ങളോട് ചേർക്കാൻ കഴിയുക. പക്ഷെ ഇപ്പോൾ അവർ തമ്മിൽ തന്നെ യോജിപ്പില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെങ്കിൽ പോലും ഒരു സമസ്ത അധ്യക്ഷന് സമസ്ത പ്രസിഡന്റിന് EK വിഭാഗത്തിൽ മുസ്ലിം ലീഗിന്റെ സഹായം തേടുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നവർ നേരിട്ട് തന്നെ സംസാരിക്കുന്നത് വന്നപ്പോൾ തങ്ങളെ അവർ പരിഗണിക്കുന്നില്ലെങ്കിൽ അവരെ ഞങ്ങൾക്കും പരിഗണിക്കണ്ട എന്ന ആശയത്തിലേക്ക് മുസ്ലിം ലീഗും എത്തി. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളുമായി സഹകരിക്കുവാൻ മുസ്ലിം ലീഗും തയ്യാറായി എന്ന് വേണമെങ്കിൽ വേറെ ഒരു രീതിയിൽ നമുക്ക് പറയാം. ഏതായാലും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൃത്യമായും ന്യൂനപക്ഷങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബോധ്യപ്പെടുത്തുവാനും ഞങ്ങളാണ് സംരക്ഷകരെന്ന് വരുത്തി തീർക്കുവാനുമുള്ള പ്രസംഗമായിരുന്നു കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ നടത്തിയത് എന്നുള്ളതാണ്. വരും ഇലക്ഷന് UDF ആണോ LDF ആണോ വിജയിക്കുക, കാന്തപുരം ആരുടെ കൂടെയാണ് നിൽക്കുക എന്നൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടി തന്നെ വരും. തൽക്കാലം വിട, വീണ്ടും കാണാം.